ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഏടെ നോക്കിയാൽ ഈ ബ്ലൈൻഡ് ബാഗ് ആണ്. പലതരം തീമിൽ കുറേ ബ്ലൈൻഡ് ബാഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു ബ്ലൈൻഡ് ബാഗ്. ഞാൻ ഇപ്പോൾ കിറ്റിയുടെ തീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീമിൽ ബ്ലൈൻഡ് ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കവറിന് ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് കിറ്റീൻ്റെ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ A4 ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലിടാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ സാധാരണ ഒരു A4 ഷീറ്റിൽ ഇതുപോലെ ഒരു ഹാർട്ട് വരച്ചിട്ട് അതിൽ ഓരോ കളേഴ്സും ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ കവറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്നിൽ മിനി നോട്ട്ബുക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ അതിലത്ത് കാണാം. എന്ത് ഞാൻ ഇതിങ്ങനെ കുറേ അല്ല, ഒരു 4 സാധനങ്ങൾ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലിൽ ചെയ്ത് കൊടുക്കുന്ന കളർ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ ലേബിൾ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച കവറില്ലേ അതിൻ്റെ ബാക്കിൽ ഞാൻ ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീമിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഉള്ളിൽ വെക്കാനുള്ള ഒരിത് നമ്മൾ ഉണ്ടാക്കിയ ബാഗിനേക്കാളും കൂടുതൽ വലിയ സൈസായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതുപോലെ മടക്കിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റെല്ലാം കറക്റ്റാക്കി നോക്കിയിട്ടെല്ലാം ആക്കി വെക്കാൻ. ഞാൻ ഇതൊന്നും മെഷർമെൻ്റൊന്നും എടുത്തിട്ടല്ല കേട്ടോ ആക്കിയിന്. എല്ലാം റഫായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ആക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതൊക്കെ ഈ ആദ്യം ഉണ്ടാക്കിയ കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ഈ ചെറിയ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ ഗിഫ്റ്റൊക്കെ ആദ്യം ഉണ്ടാക്കിയ കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതുപോലെ മേലെ ഭാഗം സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ചൊരു മിനി സ്റ്റാർസ് ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേൽഭാഗം ഞാൻ ഇതുപോലെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ ഈസിയാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കൊടുത്തു വെക്കാം.